സീരിയൽ പ്രേക്ഷകർക്ക് വളരെ സുപരിചിതനായ ഒരു വ്യക്തിയാണ് നടനായ കിഷോർ പീതാംബരൻ. ജീവിതം ഒട്ടനവധി പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അത്രയധികം രോഗങ്ങളുണ്ട് താരത്തിന്. താൻ തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ ഇഞ്ചക്ഷനുകളിലും സ്റ്റിറോയിഡുകളുമായിട്ടാണ്. ആദ്യം ലിവർ സംബന്ധമായ അസുഖം വന്നു. പിന്നീട് തലച്ചോറിന്റെ പിൻഭാഗത്തുള്ള പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ സിസ്റ്റം കണ്ടെത്തി. ശരീരത്തിന്റെ ഹോർമോൺ പ്രവർത്തനങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്ന പ്രധാന ഗ്രന്ഥിയായതിനാൽ ഇതിന്റെ പ്രശ്നങ്ങൾ ആരോഗ്യത്തെ ഗുരുതരമായിട്ടാണ് ബാധിച്ചത്. തടിവെച്ച് സുന്ദരനായല്ലോ എന്നാണ് പലരും പറയുന്നത്. പക്ഷെ അതും രോഗലക്ഷണം കൊണ്ടുവന്നതാണ്. രാവിലെ 6:30 മുതൽ രാത്രി 11 മണി വരെ എനിക്ക് മരുന്ന് കഴിക്കണം. കടുത്ത പ്രമേഹവും കരൾ രോഗവും ഉള്ളതിനാൽ തന്നെ ശസ്ത്രക്രിയ നടത്താനും കഴിയാത്ത സാഹചര്യമാണ്. 25 വർഷമായി സീരിയൽ രംഗത്തുണ്ടെങ്കിലും കാര്യമായി ഒന്നും സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം വളരെ കുറച്ച് പ്രതിഫലത്തിൽ മാത്രമേ താൻ അഭിനയിക്കുന്നുള്ളൂ. തനിക്കൊരു കുടുംബവുമുണ്ട്, മക്കളെയും വളർത്തണം. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം വേറെ ജോലികൾക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ കഴിഞ്ഞ 4 വർഷമായി താൻ ഒരു രോഗിയായി കിടപ്പിലാണ്. ഇപ്പോഴും അതേ അവസ്ഥയൊക്കെ തന്നെയാണ്. അത് കഴിഞ്ഞ് വന്നപ്പോൾ കിട്ടിയ സീരിയലാണ് മഴ തോരും മുൻപേ. ആ സീരിയലാണ് താൻ ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഇവിടെ തുടരാൻ കാരണം ആരൊക്കെയോ എന്നെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നത് കൊണ്ട് മാത്രമാണ്. താൻ ഒരു മാസം മരുന്നിന് വേണ്ടി തന്നെ ഒരുപാട് കാശാണ് ചിലവാക്കുന്നത്. ഇതിനിടയിൽ മക്കളുടെ പഠിത്തം, വീട്ടുചെലവ്, ഇതൊക്കെ തന്നെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു. സത്യം പറഞ്ഞാൽ സീരിയൽ അഭിനയിക്കുന്നത് പോലും എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ള രീതി കൊണ്ട് മാത്രമാണ്. ഇതുവരെ സ്വന്തമായിട്ട് ഒരു വീട് പോലും വയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്ന് വളരെ വേദനയോടുകൂടിയാണ് തന്റെ കാര്യങ്ങളെക്കുറിച്ച് ഈ അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ കിഷോർ പറയുന്നത്. ഇന്നും ഒരുപാട് പേർക്കാണ് താരത്തെ ഇഷ്ടം. അത് താരത്തിന്റെ വീഡിയോയിൽ താഴെ വരുന്ന കമന്റുകൾ കണ്ടാൽ തന്നെ അറിയാം. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക.